മൂന്നാമത്തെ ഉപദേശം അയ്യകൂന ജറഅതുക അലൽ മആസി ബിഖദരി സബ്രിക അലല്ലാഹ്. ദുനിയാവിൽ നിന്ന് നീ തെറ്റ് ചെയ്തു, എത്ര വാദം ചെയ്തു, പക്ഷേ എന്റെ കടക്കത്തിലാണ് നരകത്തിൽ എത്ര കൊല്ലം കിടക്കാനാണ് നമുക്കുണ്ടാകുക, അത്ര നരകത്തിൽ എത്ര കൊല്ലം നിനക്ക് സഹിക്കാൻ കഴിയും? 2 കൊല്ലം നരകത്തിൽ കിടക്കാൻ പറ്റുമോ? പിന്നെ തെറ്റ് ചെയ്ത് ജീവിച്ചാൽ ഖുർആൻ ആർക്കൊണ്ടാൻ കഴിയാത്ത നരകത്തിൽ ഒരു നിമിഷം പോലും നരകത്തിൽ കഴിയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അങ്ങനാണെങ്കിൽ തെറ്റ് ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് പറഞ്ഞത് അയ്യകൂന ജറഅതുക അലൽ മആസി ബിഖദരി സബ്രിക അലല്ലാഹ്. നരകത്തിന്മേൽ നിനക്ക് എത്ര കാലം സഹിക്കാൻ കഴിയുമോ അത്ര കാലമാണ് നീ ദുനിയാവിൽ തെറ്റ് ചെയ്യേണ്ടത്. അയ്യോലേ وأيكون خدمتك لمولاك بقدر حاجتك إليه. നിന്റെ മൗലയായ അല്ലാഹുവിന് വേണ്ടി നീ വഴിപ്പെടുന്നത് അവനിലേക്ക് നിനക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചാവണം. ഈ നിസ്കാരവും നോമ്പും സകാത്തും ഖുർആനും ഹജ്ജും എല്ലാം അല്ലാഹുവിന് ചെയ്യുന്ന ഖിദ്മത്തുകളാണ്. ആ ഖിദ്മത്ത് എത്ര ചെയ്യേണ്ടത് നിനക്ക് പഠിച്ചാൽ എത്ര ആവശ്യമുള്ളത് അല്ലാഹുവിന് ആവശ്യക്കാരന് ഇല്ലാത്തവരാണ്. നിനക്ക് മേൽപോട്ട് വലിച്ച ശ്വാസം താഴോട്ട് വിടണമെങ്കിൽ അല്ലാഹു കാണണം. എഴുന്നേറ്റ് നിന്ന കാല് മടങ്ങണമെങ്കിൽ അല്ലാഹു കാണണം. ഇരുന്ന കാല് എഴുന്നേൽക്കണമെങ്കിൽ അല്ലാഹു ഉണ്ടാകണം. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവണം. ചൂണ്ടിയ കൈ തിരിച്ചെടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ കൈ വേണം. ഭാര്യ മനുഷ്യൻ എപ്പോഴാണ് അല്ലാഹുവിനെ കാണിച്ചില്ലാത്തത്? നടക്കണമെങ്കിൽ അല്ലാഹു വേണം, ഇരിക്കണമെങ്കിൽ അല്ലാഹു വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലാഹു വേണം, അല്ലാഹുവിന്റെ സഹായം വേണം. അങ്ങനെ അല്ലാഹുവിന്റെ സഹായം എത്രയാണോ നിനക്ക് വേണ്ടത് അതനുസരിച്ച് ദുനിയാവിൽ